ഹായ് സ്റ്റുഡൻസ്, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബോണ്ടിനെ പറ്റിയിട്ടാണ്. എന്താണ് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിബെഞ്ചർ പോലെ തനത്തെ ഒരു തന്നെയാണ് എന്തെന്ന് പറഞ്ഞാൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ. ബോണ്ട് ഈസ് എക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റിൻ്റെ എക്നോളജ്മെൻ്റ് ആണ് എന്തെന്ന് പറഞ്ഞത്. അതായത് കടത്തിൻ്റെ തന്നെയാണ് അതിനെ സംബന്ധിച്ചോളം പറയാനുള്ള ബോണ്ട് എന്ന് പറഞ്ഞത്. ഗവൺമെൻറ് കമ്പനീസ് ആയിരിക്കും കൂടുതലും ബോണ്ട് ഇറക്കാറ്. ഇറ്റ്സ് അണ്ടർ സീൽ ഓഫ് കമ്പനി. ഇറ്റ്സ് എ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റും ബോണ്ട് എന്ന് പറഞ്ഞത് തന്നെയാണ് എന്താണ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് അതെന്താണ്, ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞത് എന്താണ്, അതൊരിക്കലും ഡിറ്റർമൈൻ ചെയ്തിട്ടില്ല, പ്രീ ഡിറ്റർമൈൻഡ് അല്ല. അത് മുൻകൂട്ടി പറയും അങ്ങനെ അത്ര പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ഒന്നും ഇതിന് ഫിക്സ് ചെയ്തിട്ടുണ്ടാവില്ല. അതാണ് എന്തെന്ന് പറഞ്ഞാൽ ബോണ്ട് എന്ന് പറയുന്നത്. അത് കൂടുതലും ഇങ്ങനത്തെ ഗവൺമെൻറ് കമ്പനീസ് തന്നെയായിരിക്കും ബോണ്ട് കാര്യം ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. ഇനി എന്താണ് ബോണ്ടും ഡിബെഞ്ചറും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് വിത്തൗട്ട് പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇതൊരിക്കലും ഒരു പ്രീ ഡിറ്റർമൈൻ റേറ്റിൽ ഓഫ് ഇൻട്രസ്റ്റിലൊന്നും ഇത് ഇഷ്യൂ ചെയ്യില്ല. എന്നാൽ ഡിബെഞ്ചർ എന്ന് പറഞ്ഞത് ഇറ്റ് ഇഷ്യൂഡ് ഇൻ പ്രീ ഡിറ്റർമൈൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ബോണ്ട് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും ഡിറ്റർമൈൻ ചെയ്യുന്നില്ല. എന്നാൽ ഡിബെഞ്ചർ എന്ന് പറഞ്ഞത് ഇൻട്രസ്റ്റ് റേറ്റൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യും. മാക്സിമം ഇഷ്യൂ ചെയ്യുന്നത് മാക്സിമം ഡിസ്കൗണ്ടിലാണ്. ഡിബെഞ്ചർ എന്ന് പറയുമ്പോൾ ഒരു ഇഷ്യൂഡ് ചെയ്യുന്നത് ലെസ് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. ഇത് ബോണ്ട് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ റിഡക്ഷൻ പ്രൈസ് ആൻഡ് ഇഷ്യൂ ബോണ്ട് ഓഫ് ട്രീറ്റഡ് ആസ് ഇൻട്രസ്റ്റ്. ഇതെന്ന് പറഞ്ഞത് നമ്മുടെ റിഡംഷൻ പ്രൈസിൻ്റെയും അതേപോലെ ബോണ്ട് ഇഷ്യൂ ചെയ്ത പ്രൈസിൻ്റെയും തമ്മിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളുള്ള ഡിഫറൻസാണ് ഏതിൽ ട്രീറ്റ് ചെയ്യുക, ബോണ്ടിൽ ട്രീറ്റ് ചെയ്യുക. എന്നാൽ ഇവിടെ ഡിബെഞ്ചറിൽ യൂസ് ചെയ്യുക the interest of debenture is calculated on the basis of face value and rate of interest. ഡിബെഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്? ഒന്നെങ്കിൽ അവിടുത്തെ ഫേസ് വാല്യൂം തന്നിരിക്കുന്ന ഫേസ് വാല്യൂം അതേപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ് എന്തിൻ്റെ ഡിബെഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക റിഡക്ഷൻ പ്രൈസും ഇഷ്യൂ പ്രൈസും കൂടിയിട്ടാണ്. അതിൻ്റെ ഡിഫറൻസാണ് എന്തിൽ കാൽക്കുലേറ്റ് ചെയ്യുക, ബോണ്ടിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതാണ് ഇവരെ തമ്മിലുള്ള ബോണ്ടും ഡിബെഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ്. ഇഷ്യൂ ഓഫ് ഷെയർസിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ്. നമ്മളിപ്പോൾ ഡിബെഞ്ചേഴ്സിനെ പറ്റിയിട്ടാണ്, ഷെയർസ് അല്ല, ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സിനെ പറ്റിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇഷ്യൂ ഓഫ് ഷെയർസ് ആയിരുന്നു ക്ലാസ് എടുത്തത്. ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പബ്ലിക്കിന് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. അതാണ് എന്തെന്ന് പറഞ്ഞത് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്നാണ്. ഇനി നമ്മൾ പബ്ലിക്കിന് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതിനാണ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് 2 ഡിഫറെൻറ്റ് ആംഗിൾസിലാണ് നമ്മൾ ഇതെടുക്കാൻ പോകുന്നത്. 2 ഡിഫറെൻറ്റ് ആംഗിൾസിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇഷ്യൂ ഫോർ ക്യാഷിൻ്റെ ബേസിൽ, പിന്നെ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ഇഷ്യൂഡ് ആസ് കൊളാറ്ററൽ സെക്യൂരിറ്റി. ഇപ്പോൾ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമെന്നെങ്കിൽ ക്യാഷായിട്ട്, അതായത് ക്യാഷ് കൊടുക്കുന്ന സമയത്ത് ക്യാഷായിട്ട് തന്നെ കിട്ടുക കാര്യങ്ങളൊക്കെ പൈസയുടെ പോലെ തന്നെ. അതർ ദാൻ ക്യാഷ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ അസെറ്റ് ആവാം അല്ലേ, അസെറ്റ്സ് ബിൽഡിങ്ങോ ഗോൾഡോ എന്തെങ്കിലും അസെറ്റ്സ് ആവാം. അതർ ദാൻ ഇഷ്യൂ ചെയ്യുന്നത്, അതർ ദാൻ നമുക്ക് ഡിബെഞ്ചർ കൊടുക്കുമ്പോൾ നമുക്ക് അവർക്ക് തിരിച്ചു കിട്ടുന്നത് ചിലപ്പോൾ ഗോൾഡ് അങ്ങനത്തെ അല്ലെങ്കിൽ അസെറ്റ്സ് എന്തെങ്കിലും ആവും. ഇഷ്യൂഡ് ആസ് കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് ചിലപ്പോൾ ഡിബെഞ്ചർ നിൽക്കും. അതായത് ഇപ്പോൾ നമ്മൾ ബാങ്കിലൊക്കെ പണയം എടുക്കുന്ന സമയത്ത് നമ്മൾ ഡിബെഞ്ചർ ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കാവുന്നതാണ്. ഇനി ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഇഷ്യൂഡ് അറ്റ് പാർ, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെ കേസസിൽ പാർ, പ്രീമിയം, ഡിസ്കൗണ്ട്. അപ്പോൾ അത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ആണല്ലേ, നിങ്ങൾക്കത് അറിയണത് എന്താണ് പാറും പ്രീമിയം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്. സോ ഒന്നും കൂടി പറഞ്ഞാൽ ഇഷ്യൂഡ് അറ്റ് പാർ ആണെങ്കിൽ ഇപ്പോൾ 100 രൂപയുടെ ഷെയർ ആണെങ്കിൽ ആ ഫേസ് വാല്യൂ 100 രൂപയ്ക്ക് തന്നെ വിൽക്കുന്നതിന് പറയുന്നതാണ് ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറയുന്നത്. ഇനി ഇഷ്യൂഡ് അറ്റ് പ്രീമിയം എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ ഷെയറിന് 110 രൂപ
ആയിട്ട് ആണ് അതിൻ്റെ ഫേസ് വാല്യൂ ആകുന്നതെങ്കിൽ അതിനെ പ്രീമിയം, അതായത് 10 രൂപ കൂടുതൽ അതിനെ പറഞ്ഞ പ്രീമിയം. ഇനി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞത് കമ്പനി 100 രൂപയുടെ ഷെയർ 90 രൂപയ്ക്ക് കൊടുക്കുന്നു, 10 രൂപയ്ക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുന്നു, അതിനെ പറയുന്നതാണ് ഡിസ്കൗണ്ട്, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇഷ്യൂ അറ്റ് ഷെയർസിൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ കമ്പനി ആക്ട് പ്രകാരം ഇഷ്യൂ ഓഫ് ഷെയർസിൽ ഡിസ്കൗണ്ട് ഇല്ല. അത് വേണ്ട, എടുത്ത് കളഞ്ഞതാണ് അല്ലേ, നമുക്കതില്ല. ആ ആക്റ്റിൽ എന്താ പറയണത്, അവിടുത്തെ എംപ്ലോയീസ് കാര്യങ്ങൾക്ക് കൊടുക്കണോണ്ട് ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട് എന്തിൽ ഇല്ല, ഇഷ്യൂ ഓഫ് ഷെയർസിൽ എന്തെന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടിൽ ഇല്ല. എന്നാൽ നേരെ മറിച്ച് കമ്പനീസ് ആക്ട് 2000 പ്രകാരം ഇല്ലല്ലോ, നമ്മൾ ഡിസ്കൗണ്ട് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡിസ്കൗണ്ട് എന്നാണ് ആകെ പാറും പ്രീമിയമാണ് കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇഷ്യൂ ഓഫ് ഷെയർസിൽ. നമ്മളത് സ്പെറ്റിക്കറ്റിക്ക് ആയിട്ടാണ് അവിടുത്തെ എംപ്ലോയീസിന് കൊടുക്കുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സിൽ ഇഷ്യൂ ഓഫ് ഡിസ്കൗണ്ടിന് അങ്ങനത്തെ യാതൊരു ബാൻ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സിൽ ഇഷ്യൂ ഓഫ് ഡിസ്കൗണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ അതർ ദാൻ എന്താ പറയുക 2 ഡിഫറെൻറ്റ് ആംഗിൾസുള്ള കാര്യം. ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സും ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സിൽ 2 പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ നോക്കുന്നത്. ഫോർ കൺസിഡറേഷൻ പോയിന്റ് വ്യൂ അത് ഇഷ്യൂഡ് ആസ് ക്യാഷ്, ഇഷ്യൂഡ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, ഇഷ്യൂഡ് ആസ് കൊളാറ്ററൽ സെക്യൂരിറ്റി. ഇനി പ്രൈസ്, അതായത് പൈസയുടെ പ്രൈസ് പെർമെൻറ്റിലെ പാറ്, പ്രീമിയം, ഡിസ്കൗണ്ട്. അപ്പോൾ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് കഴിഞ്ഞു. ഇനി ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അറ്റ് ഫോർ ക്യാഷ് എന്നാണത്. നമ്മളിപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ജേർണൽ എൻട്രീസും കാര്യങ്ങളും. എന്താ പറയുക, ഇതിൽ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ 2 വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ. ഒന്നെങ്കിൽ ലംസമായിട്ടായിരിക്കും പേ ചെയ്യുന്നുണ്ടാവുക, അതല്ലെങ്കിൽ നമ്മുടെ ഷെയർ ക്യാപിറ്റലില്ലേ അതിന് പകരം അവിടെ എന്തെന്ന് പറയുന്നത് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ടും എന്ന് വരുന്നു. ഈ 2 ഡിഫറൻസാണ് വരുന്നുള്ളൂ എന്തിനു പറയുന്നത് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ ഓഫ് ക്യാഷ്. ബാക്കിയൊക്കെ നമ്മുടെ ഇഷ്യൂ ഓഫ് ഷെയർസ് പോലെ തന്നെയാണ്. ലംസം എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ സാധാരണ ഇൻസ്റ്റാൾമെൻറ്റിൽ അലോട്ട്മെൻറ്റ്, കോൾ മണി, ആപ്ലിക്കേഷൻ മണി അങ്ങനെ ഇൻസ്റ്റാൾമെൻറ്റ് രീതിയിലായിരുന്നല്ലോ ഇഷ്യൂ ഓഫ് ഷെയർസിൽ അടയ്ക്കുക. ഒറ്റയടിക്ക് അടിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ഒറ്റ അടിക്കുക, അതായത് ലംസം, അതായത് ഇപ്പോൾ 100 രൂപ ഷെയറിനാണെങ്കിൽ 100 രൂപയുടെ വിലയുള്ള ഷെയർസ് നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർസിൽ എത്ര ചെയ്യാം, അലോട്ട്മെൻറ്റിന് 30, ആപ്ലിക്കേഷന് 30, 40 രൂപ ഫൈനൽ കോൾ, അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടായിരുന്നു അടച്ചിരുന്നത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സിൽ എങ്ങനെയാണ്, അത് നമുക്ക് എന്താ പറയുക 100 രൂപ ഒറ്റയടിക്ക് തന്നെ നമുക്ക് അടയ്ക്കാൻ പറ്റും. അതാണ് ഇതിൽ തമ്മിലുള്ള വ്യത്യാസം. ബാക്കിയൊക്കെ ആസ് സിമിലർ ആസ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇപ്പം നമുക്ക് നോക്കാം എന്താണെന്ന്. നമുക്ക് ഡിബെഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ഇൻ സെയിം വേ ആസ് ഷെയർസ് ആർ ഇഷ്യൂഡ്. എന്താ പറയുക, ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന നമ്മുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് എന്തെന്നാണ് ഡിബെഞ്ചേഴ്സും ഇഷ്യൂ ചെയ്യുന്നത്. A prospectus is issued inviting application from public. നമ്മൾ നേരത്തെ ഇഷ്യൂ നമ്മൾ ആർക്ക് പബ്ലിക്കിൽ നിന്നല്ലേടാ ഷെയർസ് ഇഷ്യൂ ചെയ്യുക, അതേപോലെ തന്നെ ഡിബെഞ്ചേഴ്സും നമ്മൾ പബ്ലിക്കിൽ നിന്ന് തന്നെയാണ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. ദ മണി മേ ബി പേയബിൾ ഇൻ ഫുൾ അറ്റ് എ ടൈം അലോങ് വിത്ത് അപ്ലിക്കേഷൻ ഓർ ബൈ ഇൻസ്റ്റാൾമെൻറ്റ്. നമ്മൾ മണി എന്ത് ചെയ്യാം, ഇതിലും 2ഉം ചെയ്യും കേട്ടോ, ഇൻസ്റ്റാൾമെൻറ്റിലും ചെയ്യും, ലംസത്തിലും ചെയ്യും. 2 രീതിയിൽ ഇവിടെയും ചെയ്യും കേട്ടോ, ഡിബെഞ്ചേഴ്സിലും ലംസത്തിലും ചെയ്യും, അതേപോലെ ഇൻസ്റ്റാൾമെൻറ്റിലും ചെയ്യും. അപ്പോൾ ഡിബെഞ്ചേഴ്സ് ഒന്നെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റിലും ചെയ്യും. ദസ് ദ പ്രൊസീജിയർ ഓഫ് ഇഷ്യൂ ഡിബെഞ്ചർ ഈസ് പർട്ടിക്കുലർലി സെയിം ആസ് ദ കേസ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇത് സെയിം തന്നെയാണ്, പർട്ടിക്കുലർലി സെയിം തന്നെയാണ് എന്തെന്ന് പറയണത് ഇഷ്യൂ ഓഫ് ഷെയർസ് പോലെ തന്നെ. ദ ഓൺലി ഡിഫറൻസ് ഇസ് ദ ടേം ഡിബെഞ്ചേഴ്സ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്ലേസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിൻ്റെ സ്ഥാനത്ത് നമ്മളിപ്പോൾ നമ്മുടെ മറ്റേത് എന്തായിരുന്നു, ബാങ്ക് അക്കൗണ്ട് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നൊക്കെ ആയിരുന്നല്ലോ. അതുപോലെ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷനൊക്കെ. ഈ ഷെയർ എന്നുള്ള ഭാഗത്ത് നിന്ന് അത് മാറ്റിയിട്ട് അവിടെ ഡിബെഞ്ചറിന് മാത്രം എഴുതിയാൽ മതി.
ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ പറഞ്ഞു എപ്പോഴും ഓർക്കുക, കാരണം അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ്. നിങ്ങൾക്ക് അത് പഠിച്ച് കഴിഞ്ഞ് ഒരു വിധം കിട്ടുമ്പോൾ ഇതും ഒരു വിധം കിട്ടും. അപ്പോൾ ഷെയർ എന്നുള്ള ഭാഗത്ത് മാറ്റിയിട്ട് അവിടെ ഡിബഞ്ചറിന് മാത്രം, അതായത് ഷെയർ എന്ന് മാറ്റിയിട്ട് അവിടെ ഡിബഞ്ചറിന് മാത്രം എഴുതിയാൽ മാത്രം മതി. അത്രയുള്ള ഇതിൻ്റെ ഏറ്റവും വലിയ ഡിഫറൻസ് എന്നാണത്. ഇനി നമ്മുടെ ജേണൽ എൻട്രീസ്, അതേപോലത്തെ നമ്മുടെ ജേണൽ എൻട്രീസ്. ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2 രീതിയിൽ. വെൻ ഡിബഞ്ചർ ആർ ഇഷ്യൂഡ് ഇൻ ക്യാഷ് ആസ് ലംസം. സാധാരണ ഈ ലംസം എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാറില്ല. കാരണം ലംസം എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ ആൻസർ ഇതാക്കി തീർക്കാൻ അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ വരാറില്ല. എപ്പോഴെങ്കിലും വേണമെങ്കിൽ 2 മാർക്കിന് അങ്ങനെ ചോദിച്ചെങ്കിൽ ആയെങ്കിലും ലംസത്തിനെ ബേസ് ചെയ്തിട്ട് എന്താ പറയുക ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കുറവാണ്. എന്നാലും നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. അറിയില്ലല്ലോ, നമുക്ക് വരില്ലേന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്നാലും ഒന്നും പഠിച്ചു വെച്ചോളൂ. വെൻ ഫുൾ എമൗണ്ട് ഈസ് കളക്റ്റഡ് വിത്ത് അപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ചില വ്യക്തികളുടെ ഡിബഞ്ചേഴ്സിൻ്റെ കേസസിൽ ചിലപ്പോൾ ഫുൾ അടയ്ക്കാൻ ക്യാൻസൽ. ഇപ്പോൾ 100 രൂപയുടെ ഷെയർ 100 രൂപയ്ക്ക് തന്നെ അവർ ആ 100 രൂപയുടെ ഫുൾ എമൗണ്ട് ആപ്ലിക്കേഷൻ്റെ സമയത്ത് ഫുൾ എമൗണ്ട് അടയ്ക്കുന്നതിനെ പറയുന്നതാണ് ലംസം മെത്തേഡ് എന്നാണ്. അത് എൻ്റെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഡിബഞ്ചർ അക്കൗണ്ട്. എന്താണ് ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഡിബഞ്ചർ അക്കൗണ്ട്? അതാണ് ലംസത്തിൽ പേ ചെയ്യുമ്പോൾ. അപ്പോൾ ലംസത്തിൽ പേ ചെയ്യണത് ഉണ്ടാവാറില്ല. ലംസത്തിൽ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ആപ്ലിക്കേഷന് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടൊന്നും കൊടുക്കുന്നതില്ല. ലംസത്തിൽ എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് തന്നെ പൈസ കൊടുക്കുന്നതിനാണ് ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിൽ ഒറ്റ ഡിഫറൻസുള്ള ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ എന്നല്ല, ഇവിടെ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഡിബഞ്ചറാണ്. അത് മാത്രമാണ് ഒരു ഡിഫറൻസ് ഉള്ള. ഇനി നമ്മുടെ ഡിബഞ്ചേഴ്സ്, ഇനി നമുക്ക് നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ്, നമ്മുടെ ഷെയർസിനെ പോലെ തന്നെ വെൻ ഡിബഞ്ചർ ഇഷ്യൂഡ് ഫോർ ക്യാഷ് ഇൻസ്റ്റാൾമെൻറ്റിലാണെങ്കിൽ ആർ ഇഷ്യൂഡ് ഇൻ ക്യാഷ് ആകുമ്പോൾ ഇഫ് എമൗണ്ട് ഓഫ് ഡിബഞ്ചർ ഈസ് പേ ഇൻസ്റ്റാൾമെൻറ്റിൽ പേ ചെയ്യുമ്പോൾ അപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് കോൾ അങ്ങനെ ഒരു സെപ്പറേറ്റ് ആണല്ലോ. അതിൻ്റെ എൻട്രീസ് എന്ന് പറഞ്ഞത് നമ്മൾ അപ്ലിക്കേഷൻ അയക്കുമ്പോൾ ആദ്യത്തെ എന്താണ് ഓൺ റെസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ മണിയാകുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. ഷെയർ ആപ്ലിക്കേഷൻ അല്ല, എന്താണ് ഇവിടെ വന്നത്? ഡിബഞ്ചർ. ശ്രദ്ധിക്കുക, ഡിബഞ്ചർ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. ഇനി ട്രാൻസ്ഫർ ഓഫ് അപ്ലിക്കേഷൻ ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റഡ് ടു ഡിബഞ്ചർ അക്കൗണ്ട്. അലോട്ട്മെൻറ്റ് മണി ടു ഡിബഞ്ചർ allotment account added to debenture account. On receipt of allotment money, bank account added to debenture allotment account. On making calls, debenture call account added to debenture account. On receipt of call money, bank account added to debenture call account. ആസ് യൂഷ്വൽ സെയിം തന്നെയാണ് അല്ലേ. ഷെയർ എന്ന് മാത്രമുള്ള വ്യത്യാസമുള്ള, ബാക്കിയൊക്കെ അതിൻ്റെ സെയിം തന്നെയാണ്. അത് നിങ്ങൾക്കിപ്പോൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ ചാൻസ് കൂടുതലുള്ളതാണ്. എന്താ പറയുക ഈ കാര്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിലെ ആദ്യത്തെ ക്യാഷിൻ്റെ കാര്യം നമ്മൾ ചെയ്യുക. അതായത് ക്യാഷല്ല, ആദ്യത്തെ നമ്മൾ ക്യാഷിൻ്റെ ആണല്ലോ. അപ്പോൾ ക്യാഷ്, അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ ലംസമായിട്ട് ചെയ്യുകയാണെങ്കിൽ, അവർ ആ സമയത്ത് ഫുൾ എമൗണ്ട് കളക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമ്മൾ എഴുതുക? ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഡിബഞ്ചർ അക്കൗണ്ട് എന്നാണ്. അതിന് വരിയിൽ ഒറ്റയടിക്ക് കളക്ട് ചെയ്യാറില്ല. ഇതിങ്ങനെ ഇൻസ്റ്റാൾമെൻറ്റ് രീതിയിൽ തന്നെയാണ് കളക്ട് ചെയ്യുക. പക്ഷെ അത് മാത്രമാണ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മളത് ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രോബ്ലത്തിലൊന്നും ഷെയറിൻ്റെ കേസസിൽ ലംസംസ് വരാറില്ല. ഷെയറിൻ്റെ കേസിൽ ഇങ്ങനെ ഇൻസ്റ്റാൾമെൻറ്റ് കേസ് മാത്രമാണ് വരാറ്. ഇവിടെ ലംസത്തിന് കേസ് വന്നിട്ടുണ്ട്. സോ അത് എന്താ പറയുക, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ താങ്ക് യു.